ഗൈസ്, അപ്പൊ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന് പറഞ്ഞ മൂവി ഇന്നലെ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നത്. 2019 ഇതിന് മുമ്പുണ്ടായിരുന്ന പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ട്രയോളജിയുടെ ലാസ്റ്റത്തെ പാർട്ട് ഇറങ്ങിയിരുന്നത്. കാര്യം ഫസ്റ്റ് റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ആയിരുന്നു, അത് സീസറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഡൗൺ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, തേർഡ് വാർ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. അതായിരുന്നു കഴിഞ്ഞ 2019 അവസാനമായിട്ട് ഇറങ്ങിയത്. കാര്യം സീസറിന് അവസാനമായിട്ട് കാണിച്ച മൂവിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സീസർ എന്ന് പറഞ്ഞ ആ ഒരു ഏപ്പിന്റെ ആ ഒരു ലെജൻഡറി ജേർണി എൻഡ് ചെയ്തൊരു മൂവിയും കൂടിയായിരുന്നു. അപ്പൊ ഈ ഒരു മൂവിയിലേക്ക് വരുമ്പം സീസറിന്റെ തുടക്കം ഒരു ഗ്രാൻഡ് ഫ്യൂണറലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയൊരു സീനാണ്. അത് കഴിഞ്ഞിട്ട് ഈ മൂവി തുടങ്ങുന്ന ആഫ്റ്റർ മെനി ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. കാര്യം സീസറിന്റെ കാലം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു മൂവി കാണിക്കുന്നത്. നോവ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഏപ്സിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഏപ്സിന്റെ ജേർണിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂവിയിൽ അവര് ബിഗിനിങ് ഒരു തുടക്കം ഇട്ടേക്കുന്നത്. തുടക്കം ഭയങ്കര രസമായിട്ട് കാണിക്കും. കാര്യം ഈ ഒരു മൂവിക്കകത്ത് അവരുടെ ഒരു ക്ലാനും കാര്യങ്ങളും, ഈഗിൾ ക്ലാൻ എന്ന് പറഞ്ഞ ക്ലാനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവര് തുടക്കത്തിൽ ഒരു സീനുണ്ട്, ഇവര് ഒരു മൗണ്ടന്റെ മണ്ടേ കയറിയിട്ട് ഈഗിളിന്റെ ഒരു എഗ് എടുക്കാൻ പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഭയങ്കര കിഡിലിനായിട്ടാണ് എടുത്തേക്കുന്നത്. കാര്യം വിഷ്വല് ഭയങ്കര രസമാണ്. ആ തുടക്കത്തിൽ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ഒരു നോവ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു പുതിയൊരു ജേർണി തുടങ്ങുന്നതാണ് ഈ ഒരു മൂവിക്ക് അത് കാണിക്കുന്നത്. കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. കാര്യം സീസറിന് ശേഷം നമുക്കറിയാം, സീസറിന്റെ ആ ഒരു പഴയ മൂവിക്ക് ശേഷം നമുക്കറിയാം ഫുള്ള് ഏപ്സ് കൺട്രോൾ ചെയ്തു ഡൊമൈൻ ചെയ്യുകയാണ് ഈ ഒരു വേൾഡും കാര്യങ്ങളും ഒക്കെ. കാര്യം മനുഷ്യര് ഭയങ്കര കുറവായിട്ടാണ് കാണിക്കുന്നത്. ഫുള്ള് ഏപ്സിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു തുടക്കമായിട്ടാണ് ഇതൊരു ജസ്റ്റ് ഒരു ബിഗിനിങ് ആയിട്ടാണ് ഈ ഒരു മൂവി തുടങ്ങിയിട്ടെന്ന് പറയാം. കാര്യം ഒരു പുതിയൊരു ട്രയോളജി തുടങ്ങാനായിരിക്കും, അറിയില്ല. ഇതാണ് ഒരു നല്ലൊരു സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്ക് ആകെ തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഇതിന് മുമ്പുണ്ടായിരുന്ന പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിന്റെ ആ ഒരു സീസർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. കാര്യം ആ ഒരു ക്യാരക്ടറിന്റെ കാണുമ്പോൾ കുറെ രോമാഞ്ചം വരുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ആ ഒരു ക്യാരക്ടറിന്റെ കുറെ സീനുകളൊക്കെ ഇതിൻ്റെ അത് പറയുന്നുണ്ട്. ആ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ മൂവി പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും തിയേറ്ററിൽ ഇരുന്ന് ഒരു രോമാഞ്ചം പോലെയൊക്കെ തോന്നും. കാര്യം ഭയങ്കര കിഡിലിനായിട്ട് നമുക്ക് ആവേശം തോന്നും. അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഈ ഒരു മൂവിക്കകത്ത് നായകന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ മാസ് സീനൊന്നുമില്ല. കാര്യം നായകന്റെ ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ് ഈ ഒരു സീന്, ഈ ഒരു മൂവിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ അടുത്ത പാർട്ടൊക്കെ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണെങ്കിലും ഒരു കിട്ടിയ തുടക്കമാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.